എല്ലാവർക്കും നമസ്കാരം. മാജിക് വിൻ മോട്ടിവേഷനിലേക്ക് സ്വാഗതം. ഞാൻ ദിവ്യ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, മറ്റുള്ളവർ നിങ്ങളെ വില കുറച്ച് കാണാറുണ്ടോ? ഉണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഒന്നാമത്തെ കാരണം പുറകെ നടക്കുന്നതാണ്. നിങ്ങളെ ചിലപ്പോൾ ചിലരൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കിയാൽ പിന്നീട് അവരുടെ പുറകെ ചെല്ലുന്നത് നിങ്ങളുടെ സ്വന്തം വിലകളെയും. ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? നിങ്ങൾ എന്ത് പറഞ്ഞാലും അതായത് ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ അവരെ വിളിക്കുകയാണെങ്കിൽ അവർ പറയും, അയ്യോ എനിക്കിപ്പോൾ സമയമില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, നീ പോയിട്ട് വാ എന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ചെല്ലട്ടെ എന്ന് ചോദിച്ചാൽ പറയും, നീ ഇപ്പം വരണ്ട, ഞാൻ ആ വഴിയല്ല വേറെ വഴി പോവുകയാണെന്നൊക്കെ പറയും. ഇങ്ങനെ ഓരോ ഒഴിവ് കഴിവുകൾ നിങ്ങളോട് പറഞ്ഞ് സമയമില്ല, അല്ലെങ്കിൽ നീ വരണ്ട, ഇപ്പോൾ പറ്റില്ല, ഇങ്ങനെ ഓരോ ഒഴിവ് കഴിവുകൾ പറഞ്ഞ് നിങ്ങളെ ഒഴിവാക്കുന്നിടത്തേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും ചെല്ലരുത്. അവിടെ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു മനോധൈര്യം നിങ്ങൾക്കുണ്ടാകണം. ഇല്ലെങ്കിൽ എപ്പോഴും അവഗണന ഏറ്റുവാങ്ങേണ്ടി വരും. അത് നിങ്ങളുടെ മനസ്സിനും നിങ്ങൾക്കും വേദനയുണ്ടാകും. രണ്ടാമത്തേത്, എല്ലായിടത്തും നല്ലവരാകാൻ ശ്രമിക്കുന്നത്. അതായത് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേട്ടാലും കണ്ടാലും കൂടെയുള്ളവരുടെ സ്നേഹം അല്ലെങ്കിൽ ഇഷ്ടം നഷ്ടപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ട് അതിനെയൊക്കെ ശരി പറയുന്നതും മൗന അനുവാദം നൽകുന്നതും നിങ്ങളുടെ വില സ്വയം നഷ്ടപ്പെടുത്താൻ ഇടയാക്കും. സ്വന്തമായി ഒരു സ്ട്രോങ് ഡിസിഷൻ ഇല്ലാത്ത ഒരാളായിട്ട് നിങ്ങൾ മാറും. അവസരം വരുമ്പോൾ ഇതിനൊക്കെ മറ്റുള്ളവർ നിങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സങ്കടങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മിക്കപ്പോഴും നമ്മുടെ ഒരു ആശ്വാസത്തിന് നമ്മളുടെ ദുഃഖങ്ങൾ മറ്റുള്ളവരുമായിട്ട് നാം പങ്കുവയ്ക്കാറുണ്ടല്ലേ. ചിലപ്പോൾ ചില രഹസ്യ സ്വഭാവമുള്ള ദുഃഖങ്ങളും ആവാം ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്താണല്ലോ എന്ന് കരുതിയിട്ട് അവരോട് പറയും, നീ ആരോടും പറയരുതേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അവരോട് പറയുന്നത്. ഇങ്ങനെ ഇറക്കി വെക്കുന്ന ഭാരങ്ങൾ മിക്കപ്പോഴും അവർ മറ്റു പലരോടും പറയാനിടയുണ്ട്. ചിലപ്പോൾ കേൾക്കുന്നവര് അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ഒന്നോ രണ്ടോ പേരെടുത്ത് ഷെയർ ചെയ്യാം. അതുപോലെ അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ നിങ്ങൾ പറഞ്ഞ ഈ രഹസ്യം വെച്ചിട്ട് അതിനെ ആയുധമാക്കി അവരെടുക്കും. പിന്നീട് നിങ്ങളെ മാനസികമായി തളർത്താനോ അല്ലെങ്കിൽ പണം തട്ടിയെടുക്കാനോ ശാരീരികമായി പോലും ഉപയോഗിക്കാനോ ഒക്കെയുള്ള ഒരു ആയുധമാക്കിയിട്ട് നമ്മളീ കൈമാറിയ രഹസ്യത്തെ അല്ലെങ്കിൽ പങ്കുവച്ച രഹസ്യത്തെ ആ സങ്കടങ്ങളെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. മനുഷ്യർക്ക് പൊതുവേ മറ്റുള്ളവരുടെ രഹസ്യങ്ങൾ അറിയാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ രഹസ്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പറയുന്നതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിറർ ടെക്നിക്കിലൂടെ അതിനെ ഒഴിവാക്കാവുന്നതാണ്. ആ ടെക്നിക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞു തരാം. നാലാമത്തെ റീസൺ, കളിയാക്കലും അപമാനവും സഹിച്ച് കൂടെ നിൽക്കുന്നത് നിങ്ങളുടെ വിലകളയും. മിക്കപ്പോഴും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്നോ അല്ലെങ്കിൽ കൂടെ ആരുമില്ലാതാകുമെന്നോ ഒക്കെ ഓർത്തായിരിക്കും നിങ്ങളെ കൂടെ നിന്ന് പരിഹസിക്കുന്നവർക്കൊപ്പം ഉള്ളിൽ വേദനിച്ചുകൊണ്ട് പുറമേ ഒരു ചിരിയോടെ അതൊക്കെ സഹിക്കുന്നത്. അത് ചെയ്യരുത് കേട്ടോ. നമ്മളെ കളിയാക്കിയും ആക്ഷേപിച്ചും വേദനിപ്പിക്കുന്നവരേക്കാൾ നല്ലത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണെന്ന് തിരിച്ചറിയണം. അത് നമുക്ക് കൂടുതൽ ശക്തിയും കരുത്തും പകരത്തേയുള്ളൂ. അഞ്ചാമത്തെ റീസൺ, നമ്മുടെ ഭാഗത്തെ ന്യായീകരിച്ച് ബോധിപ്പിച്ച് ജീവിക്കേണ്ടി വരുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നതും ഒരു തുറന്ന പുസ്തകം പോലെ, അതായത് ആർക്കും എടുത്ത് എപ്പോൾ വേണമെങ്കിലും വായിക്കാമെന്ന രീതിയിൽ നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്താലും അവരെന്ത് കരുതും, ഇവരെന്ത് കരുതും എന്നോർത്ത് സ്വന്തം ഭാഗം മറ്റുള്ളവരോട് ന്യായീകരിച്ച് വിശദീകരിച്ച് ഒടുവിൽ നിങ്ങൾ തന്നെ തളരും, മടുക്കും. നിങ്ങളെ അവർ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ അവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഭാഗം ഇങ്ങനെ ന്യായീകരിച്ചുകൊണ്ടേയിരിക്കും. സത്യത്തിൽ അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. നിങ്ങളുടെ തെറ്റും ശരിയും നിങ്ങളെ മാത്രം നിങ്ങൾ ബോധിപ്പിച്ചാൽ മതി. നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ശക്തി അരുതെന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യാതിരുന്നാൽ മാത്രം മതി. ഇനി നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒരാൾ നമ്മളോട് പറയുന്ന ഒരു രഹസ്യം അവരുമായി പിണങ്ങിയാലും ഒരിക്കലും പുറത്ത് പറയരുത്. ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ലക്ഷണമാണത്. അതുപോലെ നമ്മൾ ഒരിക്കലും മറ്റൊരാളെ കളിയാക്കിയും പരിഹസിച്ചും ഒഴിവാക്കിയും കുറ്റം പറഞ്ഞ് വേദനിപ്പിക്കരുത്. അതുപോലെ ഒരു പാപം മറ്റൊന്നില്ല എന്ന് നമ്മളെപ്പോഴും ഓർക്കണം. നമ്മളാരാ മറ്റുള്ളവരെ വിധിക്കാൻ? എല്ലാം തികഞ്ഞവർ ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നൊന്ന് ഓർത്താൽ മാത്രം മതി. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.